ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ രാവിലെ 5:30 ആയിട്ടുണ്ട്. നേരത്തെ തന്നെ എണീറ്റു. ഞങ്ങൾക്ക് ഇന്നലെ യാത്രയുണ്ട്, കൊടുങ്ങല്ലൂർക്ക് പോകണം കേട്ടോ. നേരത്തെ എണീച്ചു. ഞാൻ കുളിയെല്ലാം കഴിഞ്ഞു, മക്കളെ എണീച്ചു, അവരെല്ലാം റെഡി ആവണം കേട്ടോ. അങ്ങനെ ഒരു 8 മണിയായപ്പോൾ ഞങ്ങൾ റെഡിയായി വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാനും മക്കളും അമ്മയും പിന്നെ ചേച്ചി തൃശ്ശൂരിൽ നിന്ന് കയറും. ചേച്ചിയും കുട്ടിയും കൂടിയിട്ട് ഞങ്ങളാണ് ബസ് സ്റ്റോപ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അധിക ദൂരമില്ല, കുട്ടികൾ മുൻപ് നടന്നു. അങ്ങനെ ബസ് സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട്. മഴയും വെള്ളവും ചളിയും എല്ലാം ഉണ്ട് എല്ലാവിടെയും. പിന്നെ ബസ് വരെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഓരോ വർത്തമാനങ്ങൾ പറഞ്ഞ് നിൽക്കുകയാണ്. ബസ് നോക്കി നിൽക്കുകയാണ്, വന്നിട്ടില്ല. അങ്ങനെ ബസ് വന്നു, ഞങ്ങൾ കയറി. സീറ്റൊക്കെ ഉണ്ടായിരുന്നു. സീറ്റിൽ ഞാൻ മക്കളും ഒരു സീറ്റിലാണ് കേട്ടോ ഇരുന്നത്, അമ്മ വേറൊരു സീറ്റിലായിരുന്നത്. അപ്പോൾ ബസ് എടുത്ത് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും മഴ വന്നു കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് അകത്തേക്ക് ചാറലടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണ് നീങ്ങിയിരിക്കുക. അങ്ങനെ പിന്നെ പാട്ടെല്ലാം വണ്ടിയിൽ വെച്ചിട്ടുണ്ട്, അതെല്ലാം കേട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും അവൻ ബസ്സിൽ നിന്ന് ഇറങ്ങാനുള്ളൊരു വാശി പറയുന്നുണ്ട്. അവന് കുറേ ആയിട്ട് ബസ് യാത്ര പോകുമ്പോൾ ഒരു വാശിയുണ്ട്, ബസ്സിൽ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുറകെ സീറ്റിലിരിക്കുന്ന അച്ഛമ്മയും അമ്മമ്മേനെ നോക്കിയിട്ട് അവൻ വർത്താനം പറയുണ്ടായി. പിന്നെ അവൻ കരയാൻ തുടങ്ങിയിട്ടോ. ബസ്സിൽ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞ കരയണം അവൻ. അങ്ങനെ ശക്തനെത്തി കൊടുങ്ങല്ലൂർക്കുള്ള ബസ്സിൽ കയറി. ബസ് എടുത്തിട്ടില്ല, ഇരിക്കുകയാണ്. അവിടെ മഴയുണ്ട്. അങ്ങനെ ബസ് എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ടിലാണ് അമ്മയും ചേച്ചി മക്കളൊക്കെ ഇരിക്കുന്നത്. ഇപ്പോൾ ഇരിഞ്ഞാലക്കുട ബസ് സ്റ്റോപ്പിലെത്തി. അവിടെ ബസ് 2 മിനിറ്റ് കയറ്റി നിർത്തി. അപ്പോഴും മഴയുണ്ട്. പിന്നെ അവനങ്ങനെ ഉറങ്ങി കേട്ടോ. കൊടുങ്ങല്ലൂർക്കുള്ള ബസ് കയറിയ ശേഷം മോൻ ഉറങ്ങി. ഇപ്പോൾ കൊടുങ്ങല്ലൂർ എത്തുന്നതിൻ്റെ തൊട്ട് മുന്നുള്ള കായലാണ് കാണുന്നത്. മഴയുണ്ട്. കായൽ കടന്ന് കുറച്ചെടുത്തുമ്പോഴേക്കും എത്തുന്നുണ്ട്. അങ്ങനെ കൊടുങ്ങല്ലൂർ സ്റ്റോപ്പിലിറങ്ങി. ഞങ്ങൾ തെക്കേ നടയിൽ ഇറങ്ങി കേട്ടോ, അമ്പലത്തിൻ്റെ. ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം അമ്പലത്തേക്ക് പോകണേ. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സൈഡിൽ കൂടെ. ഇവിടെ ചെറുതായിട്ട് മഴ ഉണ്ട്, ഇന്നുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ടാണ് നന്നായി തിരക്കുണ്ട്. ഞങ്ങൾ പോകണ മഴ പെയ്തിട്ട് അവിടെ ചളിയും എല്ലാം ഉണ്ട്, തിരക്കും ഉണ്ട്, അത്യാവശ്യം തിരക്കും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ അമ്പലത്തിനുള്ളിലേക്ക് നടക്കുകയാണ്. അപ്പോൾ അവിടെ പുറത്തുതന്നെ ചെരുപ്പ് വെക്കാം കേട്ടോ. ചെരുപ്പ് കൗണ്ടറിൽ കൊടുക്കണമെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ നമുക്ക് തന്നെ പുറത്ത് അമ്പലത്തിൻ്റെ പുറത്ത് തന്നെ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അമ്പലത്തിൻ്റെ വെളിയിൽ ചെരുപ്പെല്ലാം വെച്ച് അവിടെ നിൽക്കുകയാണ്, കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. തിരക്കും വരിയെല്ലാം ഉണ്ട്, അത്യാവശ്യം തിരക്കുണ്ട്. അപ്പോൾ ഞങ്ങളിനി തൊഴുതാൻ നേരമാവുമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ നേരെ വരി നിൽക്കാൻ വേണ്ടി വടക്കേ ഭാഗത്ത് പോയി, വടക്കേ നട ഭാഗത്തേക്ക് പോയി. അപ്പോൾ വരി നിൽക്കുകയാണ്. ഇപ്പോൾ 11:30 നട അടയ്ക്കും കേട്ടോ. അതിന് മുന്നേ ഞങ്ങൾ വരി നിന്നിട്ടുണ്ടായി. അങ്ങനെ അകത്തേക്ക് കയറാനുള്ള ക്യൂ ആണ്. അകത്തേക്ക് ക്യാമറ അലൗഡല്ല കേട്ടോ. അങ്ങനെ വെളിയിലുള്ള ചെറിയ ചെറിയ അമ്പലത്തെല്ലാം തൊഴുതിട്ട് പൈസയെല്ലാം ഇട്ടു. വഴിപാട് പൈസ ഉള്ളിലാണ് ഇട്ടിട്ട് ഞങ്ങൾ എൻ്റെ മകൻ്റെ കൈ കൊണ്ട് ഒരു പിടി പൈസയാണ് എൻ്റെ അകത്തിടാൻ നേർച്ചയുണ്ടായി. എല്ലാ പൈസയും ഇട്ടു അകത്ത്. ഇപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം. അത്യാവശ്യം തിരക്കിപ്പോൾ വീണ്ടും ആയിട്ടുണ്ട്, ക്യൂ ആയിട്ടുണ്ട്. ഞങ്ങളതിന് മുന്നേ കണ്ടറിഞ്ഞു. ഞങ്ങളപ്പോൾ മരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇവർ കളിക്കുകയാണ് അവിടെ. ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് മരച്ചോട്ടിൽ ഇരിക്കുമ്പോൾ ഇവർ ഒരേ കളിയാണ്. അങ്ങനെ ഇപ്പോൾ പായസം മേടിക്കാൻ ചീട്ടാക്കിയിട്ടുണ്ട്. 12:30 ഇനി അടുത്ത പൂജ കൊണ്ട് തുറക്കുള്ളൂ. പായസം മേടിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കുകയാണ് ഞങ്ങൾ. അങ്ങനെ അമ്പലം 12:30 തുറന്ന് പായസം എല്ലാം കിട്ടി കേട്ടോ. പിന്നെ ചന്ദനക്കുറി എല്ലാം കിട്ടി, അതെല്ലാം ഇട്ടു. ഇനി ഭക്ഷണം കഴിച്ചിട്ട് വേണം പോകണമെങ്കിൽ. അങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ച് ബസ്സിൽ വീണ്ടും തൃശ്ശൂർക്കുള്ള വണ്ടി കിട്ടി കേട്ടോ. അങ്ങനെ ഫ്രണ്ടിലാണ് ഞങ്ങളെല്ലാം ഇരിക്കുന്നത്. അവൻ ഉറങ്ങിയിട്ടില്ല. അവൻ ബസ്സിൽ ഇങ്ങനെ ഓരോന്ന് കണ്ടിട്ട് ഓരോ വർത്തമാനങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ പാട്ട് പാടുകയാണ്, ഏതോ ഒരു പാട്ട് പാടുന്നുണ്ട്, മനസ്സിലാവണമെന്നില്ല, എന്തൊക്കെയോ പാടുന്നുണ്ട്. അപ്പം ഇനി ഉറക്കം വരുന്നുണ്ട് അവന്. അങ്ങനെ ഉറങ്ങിയിട്ട് അവൻ അങ്ങനെ ഇറങ്ങി, തൃശ്ശൂർ വന്ന് ഇറങ്ങി. ചേച്ചി അതിൽ പോയി, മോളും. ഞങ്ങളിപ്പോൾ മടപ്പിലേക്കുള്ള ബസ് കയറിയപ്പോൾ വീണ്ടും മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ബസ്സിൽ യാത്രയാണ്. കാഴ്ചകളെല്ലാം കണ്ട് അമ്മ സീറ്റിൽ നിന്ന് ഉറങ്ങിയിട്ടുണ്ട്. അങ്ങനെ മടപ്പിലൂർ വന്ന് ഇറങ്ങി. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച കൊണ്ട് കടകളൊന്നും തുറന്നിട്ടില്ല ടൗണിൽ, അത്യാവശ്യം തുറന്നില്ല, ഇവിടെയൊക്കെ അടച്ചിരിക്കുകയാണ്. അങ്ങനെ വീട്ടിലേക്കുള്ള വഴിയാണ്. അപ്പോൾ അവൻ ഉറങ്ങി എണീറ്റു. നടക്കാമെന്ന് പറഞ്ഞപ്പോൾ നടക്കുകയാണ് ചേച്ചിമാരിവിടെ. പിന്നെ കുറേ എടുക്കുന്നുണ്ട് ചേച്ചിമാർ. അങ്ങനെ നടന്നു വന്നു. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ബായ്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.